DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത്. നീല വെള്ള റേഷൻ കാർഡുകൾ പ്രത്യേകമായി ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കിനി BPL കാർഡ് ലഭിക്കുന്നതാണ്. ഇതിന്റെ വിശദ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾക്കാണ് കൂടുതൽ റേഷൻ വിഹിതവും മറ്റ് ആനുകൂല്യങ്ങളുമൊക്കെ ലഭിക്കുന്നത്. അതിനാൽ തന്നെ ഈ മുൻഗണനാ കാർഡുകളിൽ അംഗമാകുവാൻ എല്ലാവരും ശ്രമിക്കാറുമുണ്ട്. എന്നാൽ അർഹതയുള്ളവർക്ക് മാത്രമാണ് മുൻഗണനാ കാർഡുകൾ സർക്കാർ നൽകുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ അനർഹമായി നിരവധി പേർ മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിട്ടുമുണ്ട്. സംസ്ഥാനത്തെ റേഷൻ മസ്റ്ററിങ്ങും തെളിമ പദ്ധതിയുമൊക്കെ പൂർത്തിയാകുമ്പോൾ അനർഹമായി കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവർ പുറത്താകുന്നതായിരിക്കും. ആ ഒഴിവുകളിലേക്ക് നീല വെള്ള റേഷൻ കാർഡിലുള്ള മുൻഗണനാ കാർഡിൽ അംഗമാകാൻ അർഹതയുള്ളവർക്ക് സാധിക്കുന്നതുമാണ്. നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പുതിയ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോഴിതാ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ആ സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. അതായത് മുൻഗണനാ റേഷൻ കാർഡായ പിങ്ക് റേഷൻ കാർഡിലേക്ക് ഉൾപ്പെടുന്നതിനു വേണ്ടിയുള്ള ഓൺലൈൻ അപേക്ഷ ആരംഭിച്ചിരിക്കുകയാണ്. മുൻഗണനാ റേഷൻ കാർഡുകളിലേക്ക് ഉൾപ്പെടുന്നതിനായി നിരവധി മാനദണ്ഡങ്ങളുണ്ട്. അപേക്ഷിക്കുന്ന ആളുകളുടെ മുൻഗണനാ യോഗ്യതകൾ പരിശോധിച്ച് നിശ്ചിത മാർക്ക് കണക്കാക്കുകയും അതിൽ 30 മാർക്ക് ലഭിക്കുന്നവർക്കുമാണ് മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് മുൻഗണനേതര വിഭാഗമായ നീലവെള്ള റേഷൻ കാർഡിൽ മുൻഗണനാ വിഭാഗത്തിന് അർഹരായ നിരവധി പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അപേക്ഷിക്കുന്ന എല്ലാവർക്കും മുൻഗണനാ കാർഡ് കൊടുക്കുവാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കില്ല. കാരണം ഓരോ സംസ്ഥാനത്തിനും ആ സംസ്ഥാനത്തിന്റെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മുൻഗണനാ കാർഡുകൾ സർക്കാർ വീതിച്ചു നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുൻഗണനാ കാർഡുകളിലേക്ക് അംഗങ്ങളെ സംസ്ഥാനത്തിന് ഉൾപ്പെടുത്തുവാൻ സാധിക്കൂ. നിലവിൽ സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിങ്ങും തെളിമ പദ്ധതിയും അതോടൊപ്പം ഉദ്യോഗസ്ഥരുടെ പരിശോധനയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവ പൂർത്തിയാകുമ്പോൾ മുൻഗണനാ കാർഡുകളിൽ ഒഴിവ് വരുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ വീണ്ടും മുൻഗണനാ കാർഡിലേക്ക് അംഗമാകുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നവംബർ 25-ാം തീയതി മുതൽ ഡിസംബർ 10-ാം തീയതി വരെയാണ് ഓൺലൈനായി അപേക്ഷിക്കുവാനുള്ള അവസരം സർക്കാർ നൽകിയിരിക്കുന്നത്. മുൻഗണനേതര വിഭാഗമായ നീലവെള്ള കാർഡുകളിലുള്ളവർക്ക് മുൻഗണനാ കാർഡ് ലഭിക്കുവാനുള്ള അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നു മുതൽ അപേക്ഷിക്കുവാൻ സാധിക്കും. അത്തരത്തിൽ നിങ്ങളുടെ അപേക്ഷ പരിഗണിച്ച് നിങ്ങൾക്ക് BPL കാർഡ് ലഭിക്കുകയാണെങ്കിൽ സൗജന്യ റേഷൻ വിഹിതങ്ങൾ ഇനി മുതൽ നിങ്ങൾക്കും ലഭ്യമാകും. നിങ്ങളുടെ അർഹതയനുസരിച്ചായിരിക്കും കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് ഇരുനില വീടോ വീട്ടിൽ ജീവിതമാർഗത്തിനല്ലാതെ കാറോ വീട്ടിൽ AC ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണനാ കാർഡ് ലഭിക്കില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അതിനാൽ അർഹതയുള്ളവർ മാത്രം BPL കാർഡ് ലഭിക്കുവാനുള്ള അപേക്ഷ വയ്ക്കുക. ഇന്ന് 11 മണി മുതൽ അപേക്ഷിക്കുവാനുള്ള സമയം ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ ecitizen.civilsupplieskerala.gov.in എന്ന സൈറ്റ് വഴിയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചിരിക്കുകയാണ്. അതിനാൽ BPL കാർഡിലേക്ക് മാറുവാൻ അർഹതയുള്ള നിലവിൽ നീലവെള്ള കാർഡുകളിൽ ഉൾപ്പെട്ടവർ ഈ അവസരം വിനിയോഗിക്കുവാൻ ശ്രമിക്കുക. അതോടൊപ്പം അനർഹരായിട്ടും മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവർ കാർഡ് സറണ്ടർ ചെയ്യണമെന്ന അറിയിപ്പുമുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ കാർഡ് ഉപയോഗിച്ച് ഇതുവരെ വാങ്ങിയ റേഷൻ വിഹിതങ്ങളുടെ കമ്പോള വില അനുസരിച്ചുള്ള ഒരു തുക പിഴയായി ഈടാക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.